ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 4th സ്റ്റാൻഡേർഡിലെ മലയാളം ഇന്ന് നടന്ന നിങ്ങളുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. കൂട്ടുകാരെ, എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എളുപ്പമായിരുന്നില്ലേ? ഓക്കെ, നമുക്ക് ഓരോ പ്രവർത്തനങ്ങളായി നോക്കാം. പ്രവർത്തനം 1 വായിക്കാം എഴുതാം എന്നുള്ളതാണല്ലേ. ഖണ്ഡിക വായിച്ച് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതൂ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ കൂട്ടുകാരെ. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. മുമ്പ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആരോ വലിച്ചെറിഞ്ഞൊരു വിത്തിനുള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്നൊരു കുഞ്ഞായിരുന്നു ഞാൻ. മണ്ണിൻ്റെ മടിയിൽ അമ്മയുടെ മടിത്തട്ടിൽ എന്ന പോലെ ഞാൻ മയങ്ങിക്കിടന്നു. ഇറ്റുവീണ മഴത്തുള്ളികൾ എൻ്റെ കവിളിൽ ഉമ്മ വെച്ചു. ഇളങ്കാറ്റ് സ്നേഹത്തോടെ എന്നെ തലോടി. നിറഞ്ഞ ചിരിയോടെ സൂര്യൻ എൻ്റെ തലയ്ക്ക് മുകളിൽ തെളിഞ്ഞു നിന്നു. കുഞ്ഞിലകൾ വിടർത്തി ഞാനും തലയാട്ടി ചിരിച്ചു. കാലം കടന്നുപോയി. ഞാനൊരു മരമായി വളർന്നു. എത്രയോ പേർക്ക് തണലേകി, കൂടൊരുക്കി, പഴങ്ങൾ നൽകി. കാൽവിരലുകൾ നീട്ടി പുഴയെയും കൈവിരലുകൾ നീട്ടി മേഘത്തെയും ഒരേ സമയം തൊട്ടു. ഞാൻ എത്രയും സന്തോഷിച്ചെന്നു. പെട്ടെന്നാണ് എല്ലാം തകിടം മറിഞ്ഞത്. ആഞ്ഞു വീശിയ കോടാലി മൂർച്ചയിൽ എൻ്റെ കൈകാലുകൾ മുറിച്ചു നീക്കപ്പെട്ടു. താഴെ വീണു ചിതറിയ കൂടിനരികിൽ നിലവിളിക്കുന്ന അമ്മക്കിളിയെ കണ്ടപ്പോൾ എൻ്റെ അല്ലൽ ഇരട്ടിച്ചു. വിത്തിനുള്ളിൽ മയങ്ങിക്കിടന്നത് ആരാണെന്നാണല്ലേ കൂട്ടുകാരെ ആദ്യത്തെ ചോദ്യം. കുഞ്ഞിക്കിളി, മഴത്തുള്ളി, പൂമ്പാറ്റ, മരം. ആരാണ്? മരമാണല്ലേ. ആൻസർ എന്താണ്? മരം. ഓക്കെ, ആൻസർ എന്താണ്? മരമാണല്ലേ. ആൻസർ മരം. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ബി ക്വസ്റ്റ്യൻ നോക്കാം. മരത്തിൻ്റെ വേരുകൾ ആഴത്തിൽ വളർന്നെന്ന് വ്യക്തമാക്കുന്ന വാക്യം ഏതാണ്? കൈവിരലുകൾ നീട്ടി മേഘത്തെ തൊട്ടു. തലയാട്ടി ചിരിച്ചു. കാൽവിരലുകൾ നീട്ടി പുഴയെ തൊട്ടു. ഞാൻ മയങ്ങിക്കിടന്നു. ഏതായിരിക്കും കൂട്ടുകാരെ ഉത്തരം? നമ്മളിപ്പോൾ വായിച്ചു അല്ലേ. ഏതാണ് ഉത്തരം? മരത്തിൻ്റെ വേരുകൾ ആഴത്തിൽ വളർന്നെന്ന് വ്യക്തമാക്കുന്ന വാക്യം ഏതാണെന്നല്ലേ ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? യെസ്, നമുക്കറിയാം ഏതാണ്. നമ്മളിപ്പോൾ വായിച്ചല്ലോ കൂട്ടുകാരെ. കാൽവിരലുകൾ നീട്ടി പുഴയെ തൊട്ടു എന്നുള്ളതാണല്ലേ. കാൽവിരലുകൾ നീട്ടി പുഴയെ തൊട്ടു. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ആഞ്ഞു വീശിയ കോടാലി മൂർച്ചയിൽ എൻ്റെ കൈകാലുകൾ മുറിച്ചു നീക്കപ്പെട്ടു. മരത്തിൻ്റെ ഈ അവസ്ഥയ്ക്ക് ആരായിരിക്കും കാരണക്കാർ? മനുഷ്യർ, മൃഗങ്ങൾ, ആകാശം, മഴ. ആരാണ് കൂട്ടുകാരെ കാരണക്കാരെന്ന് പറയുന്നത്? ആരാണ്? മനുഷ്യരാണല്ലേ. മനുഷ്യർ. ആൻസർ എന്താണ്? മനുഷ്യർ. ഓക്കെ, ദെൻ മരങ്ങൾ നമുക്ക് നൽകുന്ന സഹായങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? തണൽ, കൂട്, വെയിൽ, പഴങ്ങൾ. ഏതാണ്? എളുപ്പമല്ലേ. ഏതാണ് കൂട്ടുകാരെ? മരങ്ങൾ നമുക്ക് നൽകുന്ന സഹായങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഏതാണ് കൂട്ടുകാരെ? വെയിലാണല്ലേ. ആൻസർ എന്താണ്? ഓപ്ഷൻ സി, വെയിൽ. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സങ്കടം എന്നർത്ഥം വരുന്ന ഏതു പദമാണ് കഥാഭാഗത്ത് നൽകിയിട്ടുള്ളത്? മൂർച്ച, തളിര്, ഇളം, അല്ലൽ. ഏതാണ് അത്? ഓപ്ഷൻ ഇ. ഏതാണ്? യെസ്, ഓപ്ഷൻ ഡി, അല്ലലാണല്ലേ. സങ്കടം എന്നർത്ഥം വരുന്ന ഏതു കഥാഭാഗത്ത് നൽകിയിട്ടുള്ളതാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ഡി, അല്ലൽ. ആൻസർ ഓപ്ഷൻ ഡി, അല്ലൽ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? വരികൾ കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണല്ലേ. മാനത്തു മഴ വരുമാഘോഷം, പാടത്തിനതു കണ്ടു സന്തോഷം, മാനത്തു കൊട്ടും കുഴൽപ്പാട്ടും, പാടത്തു വെട്ടും വിതപ്പാട്ടും, മാനത്തു മേഘത്തിൻ തേരോട്ടം, പാടത്തു കുളിരിൻ്റെ നീരോട്ടം. മാനത്തെയും പാടത്തെയും കാഴ്ചകൾ ചേർത്ത് 4 വരികൾ കൂട്ടിച്ചേർക്കും. അത് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. കൂട്ടുകാരൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രവർത്തനം 3 ചിഹ്നം ചേർക്കാം. താഴെ കൊടുത്തിരിക്കുന്ന ഭാഗം വായിച്ച് ഉചിതമായ ചിഹ്നങ്ങൾ ചേർത്തെഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കൂ. നല്ല ഉറക്കത്തിലായിരുന്നു അല്ലേ. നല്ല ഉറക്കത്തിലായിരുന്ന കുഞ്ഞിനുറുമ്പ് നേർത്ത നനവുള്ള പച്ചപ്പുൽത്തകിടിയിലൂടെ തെന്നി തെന്നി പോകുന്നത് അവൻ സ്വപ്നം കണ്ടു. നല്ല രസം. അവൻ കൂടുതൽ ഉത്സാഹത്തോടെ തെന്നി നീങ്ങാൻ തുടങ്ങി. കുഞ്ഞാ, നീ ഇനിയും എഴുന്നേറ്റില്ലേ? അമ്മയുടെ ശബ്ദം കേട്ടവൻ ഞെട്ടിയുണർന്നു അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇതിലെന്ത് ചെയ്യണം കൂട്ടുകാരെ? അപ്പോൾ ഈ ഭാഗം വായിച്ച് എന്ത് ചെയ്യുക നിങ്ങൾ? ചിഹ്നങ്ങൾ ചേർത്ത് എഴുതുകയാണല്ലേ വേണ്ടത്. അനുയോജ്യമായ ചിഹ്നങ്ങൾ ചേർത്ത് കൂട്ടുകാർ എഴുതിയിട്ടുണ്ടല്ലോ. ഓക്കെ, അത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രവർത്തനം 4. 2 പ്രവർത്തനമുണ്ട്. അവയിൽ ഒന്നിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി അല്ലേ. സംഭാഷണം എഴുതാമെന്നുള്ളതാണ് 4A പ്രവർത്തനം. ഓക്കെ, നമുക്ക് നോക്കാം. ആബിദക്കുട്ടിയുടെ കൈവിട്ട് പറന്നുയർന്ന പട്ടൂസ് മാനത്ത് പറന്നു നടന്നു. അവന് ആകെ പ്രയാസമായി. പട്ടൂസിന്റെ വിഷമം കണ്ട് അമ്പിളി അമ്മാവൻ കാര്യം തിരക്കി. എന്തൊക്കെയാവും പട്ടൂസും അമ്പിളി മാമനും തമ്മിൽ പറഞ്ഞിരിക്കുക? സംഭാഷണ രൂപത്തിൽ എഴുതൂ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പം അമ്പിളി മാമൻ ചോദിക്കുകയാണ്, എന്തിനാ പട്ടൂസ് ഇങ്ങനെ സങ്കടപ്പെടുന്നത്? അപ്പോൾ പട്ടൂസ് എന്തൊക്കെയായിരിക്കും
എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? അപ്പോൾ എന്ത് ചെയ്യുക കൂട്ടുകാർ, ഇങ്ങനെ അമ്പിളിമാമനും പട്ടൂസും തമ്മിലുള്ള കോൺവെർസേഷനാണ് ഇവിടെ എഴുതേണ്ടത്. എഴുതിയിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ നോക്കൂ, ഗദ്യ രൂപത്തിലാക്കാം എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ താഴെ നൽകിയ കവിത വായിച്ച് ആശയം ചോർന്നു പോകാതെ പൂർണ്ണവാക്യങ്ങളാക്കി എഴുതൂ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. ചിറകു കുരുത്തു തുടങ്ങും മുമ്പൊരു ചിന്നക്കുരുവി നനയ്ക്കുന്നു, നീലാകാശം കൂട്ടിനരികെ നിന്നു പതുക്കെ വിളിക്കുന്നു. കാടിൻ മീതെ വയലിൻ മീതെ കടലിൻ മീതെ പോകണമോ, കുഞ്ഞിക്കാറ്റു കളിച്ചു നടക്കും കുഞ്ഞിൻ ചെരുവിലിരിക്കണമോ. അപ്പോൾ അവിടെ ഓരോന്നിൻ്റെ മീനിങ് നമുക്ക് നൽകിയിട്ടുണ്ട്. കുരുത്തു എന്ന് പറഞ്ഞാൽ എന്താണ്? മുളച്ചു. നനയ്ക്കുന്നു, വിചാരിക്കുന്നു. ദെൻ ചിന്നക്കുരുവി എന്ന് പറഞ്ഞാൽ ചെറിയ കുരുവി അല്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഇതെന്ത് ചെയ്യണം? ഗദ്യ രൂപത്തിലാക്കി എഴുതുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്യുക? നിങ്ങൾ ഗദ്യ രൂപത്തിലാക്കി എഴുതുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രവർത്തനം 5. 5-ൽ 2 പ്രവർത്തനമുണ്ട്. അവയിൽ ഒന്നിനു മാത്രം ഉത്തരം എഴുതിയാൽ മതി. കത്തെഴുതാം. മൈക്കിൾ ചേട്ടൻ്റെ സൈക്കിൾ വാടകയ്ക്കെടുത്ത് ചന്ദ്രനിലേക്ക് യാത്ര പോയ കുട്ടിയുടെ അനുഭവങ്ങൾ കൂട്ടുകാർക്ക് ഓർമ്മയില്ലേ? യാത്ര പോയ കുട്ടി തൻ്റെ അനുഭവങ്ങൾ കൂട്ടുകാരനായ സോനുവിനെ ഒരു കത്തിലൂടെ എഴുതി അറിയിച്ചു. എന്തൊക്കെയായിരിക്കും കത്തിലെ വിശേഷങ്ങൾ? എഴുതി നോക്കൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യാത്രാനുഭവ വിവരണം എഴുതാവുന്നതാണ്. നിരവധി യാത്രകൾ കൂട്ടുകാർ നടത്തിയിട്ടുണ്ടല്ലോ. അവയിൽ ഏറ്റവും ഇഷ്ടമായ യാത്ര ഏതാണ്? യാത്രയിലൊപ്പം ഉണ്ടായിരുന്നവരെയും കണ്ട കാഴ്ചകളെയും ഉൾപ്പെടുത്തി ആകർഷകമായ ഭാഷയിൽ ആ യാത്രാ അനുഭവങ്ങളൊന്ന് എഴുതി നോക്കൂ. ഈ ഒരു പ്രവർത്തനം നിങ്ങൾക്ക് എളുപ്പമായിരിക്കും അല്ലേ? യാത്രാ അനുഭവങ്ങളൊക്കെ നമ്മൾ ഒരുപാട് എഴുതിയിട്ടുണ്ട്. ക്ലാസ്സിൽ നമ്മൾ ചെയ്ത പ്രവർത്തനമാണല്ലേ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? എക്സാം എളുപ്പമായിരുന്നില്ലേ കൂട്ടുകാരെ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.